Hello dear children, welcome to Kids Area Online. 4ാം ക്ലാസ്സിൽ മലയാളം എക്സാം ആണ്. എക്സാമിന് പഠിക്കാൻ നമുക്ക് അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. ബേസിക് ക്ലാസ്സസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയ്ക്കായി നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 4ാം ക്ലാസ്സിൽ ആദ്യം പഠിക്കാനുള്ളത് രസിതം. 4ാമത്തെ യൂണിറ്റ് ആണ് രസിതം. രസിതം എന്ന് പറഞ്ഞാൽ രസമുള്ളത്. എന്താണ് നിങ്ങൾക്ക് രസമായിട്ടുള്ളത്? കളികൾ. അതെ, കളികളെ കുറിച്ചുള്ളതാണ് രസിതം. പലതരം കളികളെ കുറിച്ച് പഠിക്കുന്നതാണ്. അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസത്തിനും പിന്നെ എന്താ പരാജയത്തിൽ നിന്ന് ജയത്തിലോട്ട് വരുന്ന ആ പരിശീലനവും അറിവും ആഹ്ലാദവും വർദ്ധിക്കുന്നതിനൊക്കെ എന്താണ് കളിക്കണം അല്ലേ? കളികൾ ആവശ്യമാണ് കുട്ടികൾക്ക്. അപ്പോൾ കളികളെ കുറിച്ച് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് രസിതം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിന് ചുറ്റും ഒത്തിരി കുട്ടികൾ കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഇവിടെ കളിത്തട്ട് കളി കളിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, കുട്ടിയും കോലും കളിക്കുന്നുണ്ട്, കിളിത്തട്ടും, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോ നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരുകളെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഏതൊക്കെ കളികൾ അറിയാം? കൂട്ടത്തോടെ കളിക്കുന്നതായാലും ആ കൂട്ടത്തോടെ കളിക്കുന്ന കളികൾ ഏതൊക്കെ നിങ്ങൾക്കറിയാം? നാടൻ കളികളുടെ പേരൊന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാവുന്ന നാടൻ കളികളുടെ പേരൊന്ന് പറഞ്ഞേ. ഇവിടെ കടങ്കഥ പയറ്റ് പറയുന്നുണ്ട്. കടങ്കഥ പയറ്റ്, കടങ്കഥ, അങ്ങോട്ടും ഇങ്ങോട്ടും കടങ്കഥ ചോദിക്കുക, അങ്ങനെ. അപ്പം നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഏതൊക്കെയുണ്ട്? കുട്ടിയും കോലും. കുട്ടിയും കോലും നിങ്ങൾക്ക് ഇഷ്ടമാണോ? കുട്ടിയും കോലും ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് കുട്ടിയും കോലും എഴുതാലോ. നാടൻ കളികളുടെ പേരൊന്ന് പറഞ്ഞേ. കുട്ടിയും കോലും നിങ്ങൾക്കറിയാലോ. കുട്ടിയും കോലും. കുട്ടിയും കോലും. കുട്ടിയും കോലും. കുളങ്കര അറിയാവോ? കുളങ്കര. കുളംകര. കുളം കര. ഗോലികളി അറിയാവോ? ഗോലികളി. ഗോലി. ഗോലികളി. കിളിത്തട്ടുകളി. കിളിത്തട്ടുകളി. കിളി തട്ടുകളി. കബഡി അറിയാവോ? കബഡി. കബഡി. ഇതൊക്കെ നാടൻ കളികളാണ്. അല്ലാതെ എന്തൊക്കെ കളികൾ അറിയാം? ക്രിക്കറ്റ്. ക്രിക്കറ്റ് അറിയാവോ? ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, വള്ളംകളിയുണ്ട്. ഇങ്ങനെ ഒത്തിരി കളികളുണ്ടല്ലേ. ഇതെല്ലാം കൂട്ടമായിട്ടാണ് കളിക്കുന്നത്. കൂട്ടമായി കളിക്കുന്ന കളികളാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ, വള്ളംകളി, കുട്ടിയും കോലും, കുളങ്കര, ഗോലികളി, കിളിത്തട്ടുകളി, കബഡി. ഇതൊക്കെ നാടൻ കളികളാണ്. കുട്ടിയും കോലും, കുളങ്കര, ഗോലികളി, കിളിത്തട്ടുകളി, കബഡി കളി ഇതൊക്കെ എന്താ? നാടൻ കളികളാണ്. അപ്പോൾ കളികളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കളികളുടെ പേരെഴുതാൻ പറഞ്ഞാൽ പേരെഴുതാലോ? പേരെഴുതാലോ? യെസ്. ഇവിടെ നോക്കിയേ, അടുത്ത് നമ്മൾ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെഹ്റു ട്രോഫി വള്ളംകളി അറിയില്ലേ? നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്. കണ്ടോ? അതാ അതാ വരുന്നുണ്ട്. ഓ, എത്തിപ്പോയി. അകലെ കണ്ണ് നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി ഡൊറോത്തി ഡൊറോത്തി എന്ന് പേരായ ജലനൗക തരംഗ പരമ്പകൾ ഇളക്കി വരുന്നത് കാണാറായി. ഇത് നമ്മളെന്താ തത്സമയ സംപ്രേഷണം എന്നൊരു കാര്യം ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ച പാഠമാണ്. ടീച്ചർ വീണ്ടും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചെടുക്കാം. ഇത് ആരാണ് എഴുതിയത്? ജോൺ കുന്നപ്പള്ളി. ഈ നെഹ്റു ട്രോഫി വള്ളംകളി, നെഹ്റു ട്രോഫി എന്നത് വള്ളംകളി ആരാണ് എഴുതിയത്? നെഹ്റു ട്രോഫി വള്ളംകളി ജോൺ കുന്നപ്പള്ളിയാണ്. ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാലോ?
ഈ നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നേ? നിങ്ങൾ പഠിച്ചതാണല്ലോ. എവിടെയാണ് നടക്കുന്നത്? ആലപ്പുഴ പുന്നമടക്കായലിൽ. ആലപ്പുഴ പുന്നമടക്കായലിലാണ് നടക്കുന്നത്. എവിടെയാണ്? ആലപ്പുഴ പുന്നമട കായലിൽ. ആലപ്പുഴ പുന്നമട കായലിൽ. ആലപ്പുഴ പുന്നമട കായലിലാണ് എന്തുള്ളത്? നെഹ്റു ട്രോഫി വള്ളംകളി. വള്ളംകളി കാണാൻ ജവഹർലാൽ നെഹ്റു എവിടെയാണ് വന്നത്? ആലപ്പുഴ പുന്നമടക്കായലിലാണ് വന്നത്. പിന്നീട് ആ വള്ളംകളി ആരുടെ പേരിൽ അറിയപ്പെട്ടു? ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ അറിയപ്പെട്ടു. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് അറിയപ്പെട്ടു. ഓക്കെ, ആലപ്പുഴ പുന്നമടക്കായലിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. ഇത് എഴുതിയത് ആരാണ്? ജോൺ കുന്നപ്പള്ളി. ജോൺ കുന്നപ്പള്ളിയാണ് എഴുതിയത്. ഇനി ഏതൊക്കെ വള്ളങ്ങളാണ് പങ്കെടുത്ത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇത് നോക്കിയേ, നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു. നവഭാരത ശില്പി എന്നറിയപ്പെട്ടത് ആരാ? ജവഹർലാൽ നെഹ്റു. നവഭാരത ശില്പി എന്നറിയപ്പെട്ടത് ആരാ? ജവഹർലാൽ നെഹ്റു. ഇതിൽ നിന്നും പറഞ്ഞേ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യയുടെ പൂങ്കുയിൽ, കുയിലാണല്ലോ പാടുക, അപ്പൊ പാടുന്നത് ആരാ ഇതിൽ? ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരാ? ശ്രീബുദ്ധൻ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീബുദ്ധൻ. വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ഫ്ലോറൻസ് നൈറ്റിംഗേൾ ആണ് വിളക്കേന്തിയ വനിത. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ. ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ. വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? പഴശ്ശിരാജ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ? അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്കുള്ളത് തത്സമയ സംപ്രേഷണം. തത്സമയ സംപ്രേഷണമാണ് ഇനിയുള്ളത്. വള്ളംകളിയുടെ തത്സമയ വിവരണം വായിച്ചുവല്ലോ. ഇതുപോലെ സ്കൂളിൽ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെങ്കിലും കളിയുടെ തത്സമയ വിവരണം തയ്യാറാക്കൂ. ഏതെങ്കിലും ഒരു കളിയുടെ തത്സമയ വിവരണം. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നമ്മൾ പറയുകയാണല്ലോ, നമ്മൾ വിളിച്ചു പറയുമ്പോൾ തത്സമയ സംപ്രേഷണം വിളിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം അഭിസംബോധന ചെയ്യണം. പ്രിയമുള്ളവരെ. നമുക്ക് എങ്ങനെ തുടങ്ങാം? പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ. ഇവിടെ എന്താ നടക്കുന്നേ? ഏത് മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് പറയാം. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ ചേർന്ന് നടത്തുന്ന 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ തമ്മിലുള്ള വാശിയേറിയ, എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതണം കേട്ടോ. വാശിയേറിയ എന്ത് മത്സരം? ഓട്ടം മത്സരം. ഓട്ടം മത്സരം അല്ലെങ്കിൽ പൂക്കളം മത്സരം, ഓണത്തിന്റെ പൂക്കൾ മത്സരം, എന്ത് വേണമെങ്കിലും ആവാം. ഓട്ടം മത്സരം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ സെന്റൻസ് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് എഴുതാം. പ്രിയമുള്ളവരെ, 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 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ തമ്മിലുള്ള വാശിയേറിയ ഓട്ട മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇങ്ങനെ വിളിച്ചു പറയുമല്ലോ. അതാണ് നമ്മൾ എന്താണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത് അറിയാമോ? ദൃക്സാക്ഷി വിവരണം ഒരു സംഭവത്തിന്റെ വിവരണം എന്ത് ചെയ്യണം? അത് കാണുന്നത് പോലെ നമ്മൾ കേൾക്കുന്നയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തത്സമയ വിവരണം എന്ന് പറയുന്നത്. ഈ തത്സമയ വിവരണം തന്നെയാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദൃക്സാക്ഷി വിവരണം എഴുതാൻ പറഞ്ഞാലും തത്സമയ വിവരണം എഴുതാൻ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ദൃക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം. ദൃക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം, അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ കാണാത്ത ആൾക്ക്,
കേൾക്കുന്ന ആൾക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടി വിയിൽ കണ്ടിട്ടില്ലേ, നമ്മൾ കാണുന്നില്ല, പക്ഷെ ടി വിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, കേൾക്കുകയാണ്. നമ്മൾ കാണുന്നത് പോലെ കേൾക്കുകയാണ്. ആ ഒരു ഫീലിൽ പറയുന്നതാണ് തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം. അപ്പോൾ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, എന്താണ് മത്സരം, ആരൊക്കെ തമ്മിൽ എന്ത് മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് പറയണം. ആരൊക്കെ തമ്മിൽ, ഇപ്പൊ 4ാം ക്ലാസ്സിലെ എ ഡിവിഷനും ബി ഡിവിഷനും തമ്മിൽ, അല്ലെങ്കിൽ LP UP തമ്മിൽ, അല്ലെങ്കിൽ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും തമ്മിൽ, 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും തമ്മിൽ, അല്ലെങ്കിൽ A ഗ്രൂപ്പും B ഗ്രൂപ്പും തമ്മിൽ, എന്താണോ അതനുസരിച്ച് പറയാം. അവർ നടത്തുന്ന വാശിയേറിയ എന്ത് മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 2 ടീമിലെയും ക്യാപ്റ്റന്മാർ പരസ്പരം കൈ കൊടുത്തുകൊണ്ട് മത്സരം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഇടതുവശത്ത് ആരാണ്, ഒരു ഗ്രൂപ്പിൽ ആരാണ്, അടുത്ത ഗ്രൂപ്പിൽ ആരാണ്, എത്ര പേരുണ്ട്, കാണികൾ കൈയടിക്കുന്നതും ബെല്ല് മുഴങ്ങുന്നതും കളി ആരംഭിക്കുന്നതും ഇതെല്ലാം എന്ത് ചെയ്യുക, പറയാ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചേർത്ത് എഴുതുന്നതാണ് തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം. കറക്റ്റായിട്ട് എഴുതുമല്ലോ, ചോദിച്ചാൽ എല്ലാവരും എഴുതണം കേട്ടോ. ഇവിടെ നോക്കിയേ, എത്തിപ്പോയി, അല്ലെങ്കിൽ ഇതിനെ പിരിച്ചെഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ചേർത്ത് എഴുതാൻ ചോദിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇവിടെ നോക്കിയേ, ഇവിടെ പായ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരം പായാണ്. ഇവിടെ നോക്കിയേ, കൂട്ടക്ഷരം പായാണ്. അപ്പൊ പിരിച്ചെഴുതിയപ്പോൾ എന്തായി, കൂട്ടക്ഷരം മാറി വ്യഞ്ജനാക്ഷരമായിട്ട് മാറി. ചേർത്ത് എഴുതുമ്പോൾ വ്യഞ്ജനാക്ഷരം കൂട്ടക്ഷരമായിട്ട് മാറി, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്തി പോയി ഒരുമിച്ച് എഴുതിയപ്പോൾ കൂട്ടക്ഷരമായി, എത്തിപ്പോയി. അപ്പൊ ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഒരു ആദ്യത്തെ അക്ഷരം പ്ലസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ അക്ഷരം നോക്കുക, പ്ലസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ അക്ഷരം. ഓക്കെ, അതാണ് എന്തായിട്ട് മാറുന്നത്, കൂട്ടക്ഷരമായിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ, ഇവിടെ പ്ലസ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ അക്ഷരം എന്തായിട്ട് മാറും, കൂട്ടക്ഷരമായിട്ട് മാറും. അപ്പൊ ഇതേപോലെ എഴുതാൻ പറഞ്ഞ ചാടി കയറി, ചാടിക്കയറി, എന്തായി, കൂട്ടക്ഷരമായി, ചാടിക്കയറി. തുള്ളിച്ചാടി, 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 എന്തായിട്ട് മാറും, കൂട്ടക്ഷരമായിട്ട് മാറും, തുള്ളിച്ചാടി. ഇവിടെ എന്തായിട്ട് മാറും, കൂട്ടക്ഷരം, നോക്കിക്കണ്ടു. ഓക്കെ, അവസാനം ചീറിപ്പാഞ്ഞു, എന്തായി, കൂട്ടക്ഷരമായിട്ട് മാറും, ചീറിപ്പാഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ ഇതുപോലെ ചേർത്ത് എഴുതാൻ, മാതൃക തന്നിട്ട് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ തെറ്റാതെ എഴുതില്ലേ, എഴുതത്തില്ലേ? യെസ്. ഇനി അടുത്തതാണ് ചീറിപ്പായുക. ചീറിപ്പായുക എന്ന് പറഞ്ഞാൽ എന്താ, വേഗത്തിൽ പോവുക. ചീറിപ്പായുക, വേഗത്തിൽ പോവുക. അതുപോലെ നമുക്ക് വേറെ എന്ത് വാക്കുകൾ പറയാം, എന്തൊക്കെ പറയാം, മിന്നൽ വേഗത്തിൽ. കേട്ടിട്ട് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണോ, ചീറിപ്പായുക, വേഗത്തിൽ പോവുക. അപ്പൊ വേഗത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദം ഏതാണ്, മിന്നൽ വേഗത്തിൽ. അതെന്താണ്, നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളതാണ്. വേഗത്തിൽ പോവുക എന്നതുപോലെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് മിന്നൽ വേഗത്തിൽ. മിന്നൽ വേഗത്തിൽ, അതും വേഗത്തെ സൂചിപ്പിക്കാനായിട്ട് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. ഈ വാക്കുകളുടെ അർത്ഥം അറിയാവോ? അക്ഷമരാവുക എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷമയില്ലാതാവുക, ക്ഷമയില്ലാത്തവരാകാണ് അക്ഷമരാവുക. അഭൂതപൂർവം, മുൻപുണ്ടായിട്ടേ ഇല്ലാത്തതാണ് അഭൂതപൂർവം. ജലനൗക, ജലനൗക എന്ന് പറഞ്ഞാൽ എന്താ, വള്ളം, തോണി, വള്ളത്തെയാണ് ജലനൗക എന്ന് പറയുക കേട്ടോ. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, ഹർഷാരവം, സന്തോഷത്തിന്റെ ആരവം. അപ്പോൾ ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം. തരംഗം, ചലനം, തരംഗം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനം. ആരവം എന്ന് പറഞ്ഞാൽ ശബ്ദം, ആരവം ശബ്ദം. ഓക്കെ, അത്യന്തം എന്ന് പറഞ്ഞാൽ വളരെയേറെ. നാന്ദി കുറിക്കുക, തുടക്കം കുറിക്കുക. അപ്പൊ നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കം കുറിക്കുക എന്നാണ്. ജലനൗക, വള്ളം എന്നാണ്. അഭൂതപൂർവം, മുൻപുണ്ടായിട്ടില്ലാത്തത്. അർത്ഥം മനസ്സിലായോ? യെസ്. ഓക്കെ, അടുത്ത് സംഘം ചേർന്നുള്ള കളികൾ. ടീച്ചർ ആദ്യം പറഞ്ഞു സംഘം ചേർന്നുള്ള കളികൾ എന്തൊക്കെയാണ്, കബഡി, വേറെയോ ഒത്തിരി കളികൾ ടീച്ചർ പറഞ്ഞല്ലോ, ഗോലികളി. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സംഘം ചേർന്നുള്ള കളിയിൽ എഴുതാം. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി പാഠം കഴിഞ്ഞു.
അതിൽ നിന്നും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ആര് പഠിപ്പിക്കും എന്ന പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വിളംബരം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിളംബരം. ഇവിടെ വിളംബരം ചെയ്ത് നിങ്ങൾക്കറിയാലോ. ഈ പാഠത്തിൽ വിളംബരം ചെയ്ത് നിങ്ങൾ പഠിച്ചില്ലേ? ആര് പഠിപ്പിക്കും എന്ന പാഠത്തിൽ എന്താ വിളംബരം ചെയ്തേ? നമ്മുടെ ആരാണ്? അക്ബർ ചക്രവർത്തി പറഞ്ഞിട്ട് ഒരു വിളംബരം നടത്തിയല്ലോ. എന്തായിരുന്നു വിളംബരം? ഡും ഡും ഡും. പഠിച്ചില്ലേ? യെസ്, അതുപോലെ എഴുതുന്നതാണ് വിളംബരം. ഇപ്പൊ ഡും ഡും, ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? വിളംബരം എഴുതാം. പ്രിയപ്പെട്ട നാട്ടുകാരെ. ആർക്കാണോ വിളംബരം ചെയ്യുന്നത് അവര് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളംബരം എഴുതണം. ഇന്ന സ്ഥലത്ത് ഇന്ന തീയതി ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം നടക്കാൻ പോകുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്താ? ഒരു വിളംബരം. ഇപ്പൊ വിളംബരം എഴുതാൻ എല്ലാവർക്കും അറിയാലോ. വിളംബരം പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. വിളംബരം പഠിക്കണം, പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഇത് ആരാണ് എഴുതിയത്? ജി മോഹനകുമാരിയാണ്. അക്ബർ ചക്രവർത്തി ആര് പഠിപ്പിക്കും എന്നതിന്റെ വിവർത്തനം ആരായിരുന്നു? ജി മോഹനകുമാരി. ഓക്കെ, ഇപ്പൊ വിളംബരം. ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം പഠിക്കണം. വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് രാജാവ് പുറപ്പെടുവിക്കുന്ന വിളംബരം തയ്യാറാക്കി അവതരിപ്പിക്കൂ. ഓക്കെ, വിളംബരം തയ്യാറാക്കാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ രാജാവ് ആരാണ്? അക്ബർ ആണ്. ആരോടാണ് പറയുന്നത്? ബീർബലിനോടാണ് പറയുന്നത്. അപ്പൊ രാജാവ് ബീർബലിനോട് പറയുന്ന കാര്യമാണ്, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം പഠിക്കണം. അതുകൊണ്ട് പാണ്ഡിത്യമുള്ളവർ എന്ത് ചെയ്യണം? കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് വിളംബരം തയ്യാറാക്കൂ. അപ്പൊ ഇതുപോലൊരു വിളംബരം എന്ത് ചെയ്യണം? അത് പല രീതിയിൽ ചോദിക്കാം. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ ഓരോ വിളംബരം ഓരോ രീതിയിലാണ്. മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് എന്താണോ കാര്യം അത് പറയുക. ഓക്കെ, വിളംബരം എല്ലാവരും എഴുതുമല്ലോ. ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വിളംബരം കാണുന്നുണ്ട്. ഈ പാഠത്തിലുള്ള മറ്റൊന്നാണ് താരതമ്യം ചെയ്യാം. ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഒളപ്പമണ്ണയുടെ ചെറിയൊരു കവിതയാണ്. ഒളപ്പമണ്ണ എഴുതിയ ചെറിയൊരു വരികളാണ്. ഈ വരികളിൽ നിന്ന് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ്? എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. അതാണ് ഇതിൻ്റെ ആശയം. എല്ലാവരിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതും ഈ പാഠഭാഗവും ചേർത്തിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ലോകത്തിലുള്ള ഓരോ വസ്തുവിനും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ടെന്നാണ് ഒളപ്പമണ്ണ എന്ത് ചെയ്യുന്നത്? ഈ കവിതയിലൂടെ പറയുന്നത്. ഇതേ ആശയം തന്നെയാണ് ബീർബൽ എന്ത് ചെയ്യുന്നത്? ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനാൽ എല്ലാവരും എന്താണ്? അധ്യാപകരുമാണ്, എല്ലാവരും വിദ്യാർത്ഥികളുമാണ്. എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല. ചെറിയവരിൽ നിന്ന് പോലും നമുക്ക് എന്താണ്? ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഗുരുക്കന്മാരാണ്, വിദ്യാർത്ഥികളുമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആശയം. ഇത് ഉൾപ്പെടുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ബാക്കി കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.